ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചന്ദ്രലേഖ എന്നെങ്കിലും കൊച്ചമ്മയാകുമെന്നും നീ ഇവിടുന്ന് പുറത്തു പോകേണ്ടവളാണെന്നും നിനക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നീ സൂക്ഷിക്കണം രമേ. എനിക്ക് പറ്റാത്തതൊക്കെ ചന്ദ്രലേഖ കൊണ്ട് ചെയ്യിക്കാനല്ല അവരെ ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത്. നിങ്ങളൊക്കെ എപ്പോഴും ഇവിടെ മറന്നു പോകുന്ന ഒരു കാര്യം ഞാൻ പറയാം. ചന്ദ്രലേഖ ഈ വീട്ടിലെ വെറും ഒരു ജോലിക്കാരിയാണ്. സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ ഉണ്ടായിട്ട് അവിടെ പോയി ചികിത്സിക്കാതെ ജോലിക്കാരി ഉണ്ടാക്കുന്ന ചുക്കുകാപ്പി കുടിച്ചാൽ മാറുന്ന ആ അസുഖം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കറിയാം. നീ പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്നോട് വഴക്കൂടാൻ എനിക്ക് വയ്യ. നീ കൂടുതൽ സംസാരിക്കണ്ട ജയ. ആ എല്ലാവർക്കും കൂടെ എപ്പോഴും ഞാനാണല്ലോ പ്രശ്നം. ഓരോരുത്തരുടെ കാണിക്കുന്നതിനൊക്കെ ഒരു കുഴപ്പമില്ല. അസുഖം വന്നാലേ ആശുപത്രിയിലേക്ക് പോണം, അല്ലാതെ ജോലിക്കാരിയുടെ ചുക്കാപ്പി നോക്കി ഇരിക്കല്ല വേണ്ടത്. നീ അത് വീണ്ടും വീണ്ടും പറയണ്ട രമേ. നീ ഇനി അതിൽ കടിച്ചു തൂങ്ങണ്ട. ഓരോന്നോരോന്നായി പറഞ്ഞു കൊടുക്കാനേ ജയൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. കൊച്ചുകുട്ടിയായാലും വലിയ കുട്ടിയായാലും പറയേണ്ടതൊക്കെ പറയേണ്ട സമയത്ത് ഞാൻ പറയും. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാൻ വിഷമമുള്ളവരൊക്കെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങള് ഒഴിവാക്കണം. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാം അങ്ങോട്ട് ഒപ്പിച്ചു വെച്ചിട്ട് പിന്നെ പറയുന്നത് കേട്ടിട്ട് ദേഷ്യം തോന്നിട്ട് ഒരു കാര്യമില്ല. ആശുപത്രിയിലെ മരുന്നുകളേക്കാൾ ശക്തി ചന്ദ്രലേഖ ഉണ്ടാക്കുന്ന ചുക്കാപ്പിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നവരോട് ഞാൻ പിന്നെ വേറെ എന്ത് പറയണം? ഈ പറയുന്ന ചന്ദ്രലേഖയെ എനിക്ക് തീരെ ഇഷ്ടമില്ലാതിരുന്നിട്ടും ഞാൻ തന്നെയാണ് ഇവിടെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാലോ. അതെന്ത് കാരണം കൊണ്ടായാലും അവള് മര്യാദയ്ക്ക് അവളുടെ ജോലിയും നോക്കി അവളുടെ കാര്യവും നോക്കി ഇവിടെ ജീവിക്കല്ലേ. പിന്നെ എന്തു വന്നാലും അവളെ എന്തിനാ വലിച്ചഴക്കുന്നത്? വലിച്ചഴയ്ക്കും. ഞാൻ ഒരു ദിവസത്തിൽ 3 തവണയെങ്കിലും ഇതിങ്ങനെ പറഞ്ഞിട്ട് പോലും ഇവിടെ പലർക്കും അവളൊരു ജോലിക്കാരിയേ അല്ല. അപ്പോ ഞാനിവിടെ മിണ്ടാതിരുന്നാലോ? ഇനി എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ അവൾ ഈ വീട്ടിലെ കൊച്ചമ്മയും ഞാൻ ഇവിടുന്ന് പുറത്തു പോവേണ്ടവളാവുന്നു. ഒരവസരം കിട്ടിയ എല്ലാവരും കൂടി എന്നെ പുറത്താക്കാനിരിക്കുവാണല്ലോ. നീ ആവശ്യമില്ലാത്ത കാര്യം പറയണ്ട. ജയനോട് ഹോസ്പിറ്റലിൽ പോകാൻ നീ പറയുന്നതേ ജയനോടുള്ള സ്നേഹം കൊണ്ടല്ലെന്ന് എനിക്കറിയാം. ആ ചന്ദ്രലേഖ അവനെ നോക്കുന്നതാണ് നിന്റെ പ്രശ്നം. അങ്ങനെ ഒരു പ്രശ്നം നിനക്കുണ്ടെങ്കിലേ നീ ആദ്യം നിന്റെ ഭർത്താവിനെ നോക്ക്. എന്താ നിനക്കത് പറ്റില്ലേ? ഇതിപ്പം നിന്നെ കൊണ്ട് സാധിക്കുകയില്ല, ചെയ്യുന്നവരെ കൊണ്ട് ചെയ്യിക്കാൻ സമ്മതിക്കുകയില്ല. എന്തിനാ അമ്മ വെറുതെ സംസാരിച്ച് നാക്കിലെ വെള്ളം പറ്റിക്കുന്നേ? അമ്മ എത്രയൊക്കെ പറഞ്ഞാലും എന്താ പറയുന്നെന്ന് ഇവക്ക് മനസ്സിലാവാൻ പോകുന്നില്ല. ചന്ദ്രലേഖ എന്നെങ്കിലും കൊച്ചമ്മയാകുമെന്നും നീ ഇവിടുന്ന് പുറത്തു പോകേണ്ടവളാണെന്നും നിനക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നീ സൂക്ഷിക്കണം രമേ. കാരണം അതിന്റെ അർത്ഥം ഈ വീട്ടിലെ ജോലിക്കാരിയായി നിൽക്കുന്ന ചന്ദ്രലേഖ കാണിക്കുന്ന സ്നേഹവും കടപ്പാടും ഈ വീട്ടിലെ ആളുകളോട് നീ കാണിക്കുന്നില്ലെന്നാ. പേരിന് ഭാര്യയായ പോരാ, ഭാര്യയ്ക്ക് ഭർത്താവിനോട് ചില ഉത്തരവാദിത്തങ്ങളും
കടമകളുമുണ്ട്. 30 വർഷമായിട്ടും നിനക്കത് മനസ്സിലായിട്ടില്ല. ഇനി അങ്ങോട്ട് മനസ്സിലാക്കാനും പോകുന്നില്ല. എല്ലാവരെയും മനസ്സിലാക്കാൻ ചന്ദ്രലേക്ക് പറ്റുന്നുണ്ടല്ലോ, അത് മതി. നീ നിന്റെ ഭർത്താവിനെ നോക്കാൻ സമയമില്ല. നീ എന്ത് ചെയ്യണം? വായും പൊത്തി മിണ്ടാതിരിക്കണം. ജോലിക്കാരിയായാലും ചന്ദ്രലേഖ അവളുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതിനെ നീ ഇല്ലാത്ത അർത്ഥമൊന്നും കണ്ടുപിടിക്കണ്ട. ഞാനിവിടെ ഒന്നും പറയാൻ വരുന്നില്ല. ഞാൻ എന്തു പറഞ്ഞാലും കുറ്റം കണ്ടുപിടിക്കാൻ മാത്രം നടക്കുന്നവരോട് ഞാൻ എന്ത് പറയാനാ? സ്വന്തം മരുമകളായി ഞാൻ കുറ്റക്കാരിയും വീട്ടിലെ ജോലിക്കാരി പ്രിയങ്കരിയും. ഈ മനോഭാവം നിങ്ങൾക്ക് എന്നും ഉണ്ടാവണം. കാരണം ഒരാവശ്യം വരുമ്പോ ഞാൻ മാത്രമേ ഉണ്ടാവൂ. അതിവിടെ ആരും മറക്കണ്ട. റെഡി സർ. ചൂടോടെ കഞ്ഞി കുടിച്ചേ. പനിയൊക്കെ ഇപ്പൊ പമ്പ കിടക്കും. മതി. പനി എങ്ങനെയുണ്ട് സർ? കൊള്ളാം. കുറച്ച് വേണോ നിനക്ക്? അല്ല, വരെ വരെ സാറിനും ഇവിടുത്തെ ഡ്രൈവർ പയ്യന്റെ സ്വഭാവമാണല്ലോ. എന്നെ കുറിച്ച് എന്താ ഒരു ചർച്ച? ചർച്ച ചെയ്യാൻ പറ്റിയ മുതല്. സാർ എന്നെ കളിയാക്കിയത് കൊണ്ട് ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞതാ. ചില നേരത്ത് ഈ സാറിന് തന്റെ സ്വഭാവ. സമയം കിട്ടുമ്പോഴൊക്കെ എന്നെ കളിയാക്കും. ഇവിടുത്തെ മോനാണെങ്കിലും അല്ല, ഇവിടുത്തെ ഡ്രൈവറാണെങ്കിലും ഞാൻ ഇവനെ മോനെ പോലല്ലേ കാണുന്നത്. അതുകൊണ്ടായിരിക്കും.